സൂര്യോദയം വണ്ടിയിലിരുന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. എവിടെ അങ്ങനെയാണ്. താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം. കാറ്റ്, തണുത്ത കാറ്റ് ഇവിടെ ഇതണ്ട. പബ്ലിക് നടക്കുന്ന സ്ഥലത്ത് തണുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് AC വെച്ചിട്ടുണ്ട്. ഇത് AC വെൻസാണ്. ഈ കാണുന്നില്ലേ, ഒരു ഉണ്ട പോലെ കാണുന്നില്ലേ, ഇത് AC വെൻസാണ്. ഇതിൻ്റെ മുകളിലൊക്കെ കണ്ട ആകാശം ഉള്ള പോലെ ഇല്ലേ, ഇത് ശരിക്കും ആകാശമല്ല കേട്ടോ. ഇതാ ഹോട്ടലിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നേരം ഇതാ കണ്ടു കഴിഞ്ഞാൽ ഒരു 10 മണീൻ്റെ ലുക്കാണെങ്കിൽ സമയം വെറും തുച്ഛമായ 5:30 മാത്രമേ ആയിട്ടുള്ളൂ. 5:30 രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഇതാ അല്ലേ, ഇറങ്ങിയിട്ട് പോവാന്നല്ലേ. നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ഖത്തർ നമ്മൾ 5:30 ആയപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു 45 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഒരു കേവിലേക്ക് പോവുകയാണ്. കേവിന്റെ പേരാണ് മിസ്ഫിർ കേവ്. അടിപൊളി മിസ്ഫിർ എന്നാണ് കാണിക്കുന്നത്. ഒരു ഹിഡൻ ഏരിയ ആണ് ഇവിടുത്തെ ഒരു ഹിഡൻ ജെം ആണ്. അപ്പൊ ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9-10 മണി ആയതുപോലെ തോന്നും, പക്ഷേ അല്ല, 5:45 ആയിട്ടുള്ളൂ. സൂര്യൻ ഇവിടെ നേരത്തെ ഉദിക്കും. 4:45 സൂര്യൻ വന്ന് ഉദിച്ച് ഇങ്ങനെ റെഡിയായി. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ഏർലി മോർണിംഗ് ഡ്രൈവ് പോവാ, സൂര്യോദയം വണ്ടിയിലിരുന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. എവിടെ പോകുന്നത് സൗദി അറേബ്യയിലേക്ക് പോകേണ്ട റോഡിലാണ്. അബൂ സമറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് തന്നെ, അതായത് ഖത്തർ സൗദി ബോർഡറിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൽ ഏകദേശം ഒരു 90 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സൗദി ബോർഡർ എത്തി. പക്ഷെ നമുക്ക് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഇനി ഇവിടുന്ന് പോയാൽ മതി നമ്മളെ കേവിലോട്ട്. കേവിന് 2 ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്സിൽ. അതിൽ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അത് പോയി നോക്കിയാൽ മതി. മറ്റേത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റോങ് സൈഡിലാണ് എത്തുക. കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ആ എക്സിറ്റ് എടുത്ത് നേരെ ഓഫ് റോഡ് ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് ദൂരം ഒരു ഓഫ് റോഡ് പോകാനുണ്ട്. കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 കിലോമീറ്റർ ഓഫ് റോഡ് പോകാനുണ്ട്. നമ്മൾ കണ്ട വലിയ ഇലക്ട്രിക് ലൈനിൻ്റെ താഴെ കൂടെ പോകുന്നത്. ഇങ്ങനെ പോവായിരിക്കല്ലേ ഈ റോഡ്. ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്, അതിന്റെ പുറകെ നമ്മളും പിടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കണല്ലോ അല്ലേ, അവൻ താ തിരിച്ച്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് തന്നെ പോകുന്നു. അതാണ് റോഡ് കാണിക്കുന്നില്ല, അത് ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് റോഡ് കാണിക്കുന്നത്. എക്സാക്ട് റോഡ് കാണിക്കുന്ന റോഡ് ഇതാണ്. അതിനേക്കാളും കൊണ്ടുപോയാണ് മിസ്ഫിർ കേവ് ബോർഡ്. ബോർഡ് കണ്ടു, കേവ് കണ്ടില്ലല്ലോ. നമ്മൾ മിസ്ഫിർ കേവ് എത്തിയിരിക്കുകയാണ്. ഇതാണ് കേവ്. നമ്മളെ കൂടെ തന്നെ വന്നവരെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. അവർ ഉള്ളോട്ട് കയറി. മലയാളികൾ തന്നെയാണെന്ന് തോന്നുന്നല്ലോ ഉള്ളു കയറിയത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ബോർഡ് എല്ലായിടത്തും ഉണ്ട്. മിസ്ഫിർ കേവ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദാൽ അൽ മിസ്ഫിർ എന്നാണ് കേട്ടോ. മിസ്ഫിർ കേവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് അല്ലേ. അത് നോക്കിയേ, വഴിയൊക്കെ കല്ല് വെച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇത്രയൊക്കെ ആക്കിയൊക്കെ അങ്ങനെ ഉരുളങ്കല്ലൊക്കെ മാറ്റിയിട്ട് റോഡൊന്ന് ക്ലിയർ ആക്കിയായിരുന്നല്ലേ വെറുതെ. മിസ്ഫിർ കേവിനെ പറ്റിയിട്ടുള്ള ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിസ്ഫിർ കേവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സെൻട്രൽ ഖത്തർ. ആ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒക്കേഷനിലെ കൊളാപ്സൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞ് ഇടിഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഇപ്പോൾ കേവ് ഉള്ളത്. നമ്മൾ കേവിലോട്ട് ഇറങ്ങാൻ പോവാണ്. അങ്ങനെയാണ്. താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം. ഒരു കണ്ണ് പോലെയുണ്ട്, കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. ഇറങ്ങാൻ നല്ല സുഖമാണ്, പക്ഷെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നല്ലേ. ഇവിടെ ഇങ്ങനെ ഇളകി നിൽക്കുന്ന നോക്ക്. ഇതൊക്കെ വേണമെങ്കിൽ വീഴാൻ ചാൻസ് ഉള്ളൂ. വേണ്ട, ഇളകി നിൽക്കുന്ന ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ലൈം സ്റ്റോൺസ് പോലെ ഉണ്ടല്ലേ. പെട്ടെന്ന് കണ്ടിട്ട് നമ്മളങ്ങനെ പകുതി വഴി ഇറങ്ങി. ഫുള്ള് പക്ഷികളുണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ. വവ്വാലെന്നല്ല, പക്ഷികളാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങാം. കുറച്ച് ഡേഞ്ചറസ് ആണ്, സൂക്ഷിച്ചിറങ്ങാം. കല്ലുകളൊക്കെ ആക്ച്വലി ഇളകി നിൽക്കുന്നതാണ്. വലിയ ഉരുളൻ കല്ലുകളാണ്. താഴെ വരെ എത്തുമോ?
താഴെ ചിലപ്പോൾ ഇവിടുന്ന് ഒറ്റ പോക്ക് പോകും. ഇവിടെയൊക്കെ കല്ല് പൊരിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിന് മുകളിൽ ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കല്ലങ്ങ് പോകുക. ദേ പോയി കല്ല് പോന്നാ. വെള്ളം കയറുന്ന സ്ഥലമാണല്ലേ. ആ, മഴയത്ത് വെള്ളം കയറുന്നു തോന്നുന്നു. അങ്ങ് അവിടെ താഴെ വെള്ളം ഉണ്ടാവും. വെള്ളമില്ല, വെള്ളമൊന്നുമില്ല. മഴയുണ്ടാകുന്ന സമയത്ത് ഇവിടെ ഈ കല്ലുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴോട്ട് വീഴുന്നാണ് പറയുന്നത്. വെള്ളം കയറും. അപ്പോൾ മഴയുണ്ടാകുന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ പറ്റില്ല മിക്കവാറും. അവർ ലോക്ക് ചെയ്തിടും. ഈ കല്ലുകളൊക്കെ ഇളകി കിടക്കുക കാണുന്നില്ലേ, ഉരുളൻ കല്ലുകളാണ്. ഇവിടെ ഇങ്ങനെ അവിടെ നിന്ന് താഴോട്ടുള്ളത് റസ് ഫോർമേഷനും അവിടെ മുകളിലുള്ള ദമാം ഫോർമേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം ഈ കല്ലുകളുടെ പ്രായം കാണിക്കുന്നതായിരിക്കും. കാരണം ഈ ഒരു വര കാണുന്നില്ലേ, അതിൻ്റെ താഴോട്ടുള്ള കല്ലുകളുടെ രൂപം കാണാൻ തന്നെ വ്യത്യാസമുണ്ട്. കാണുന്നില്ലേ, എത്രയോ കൊല്ലങ്ങൾക്ക് മുന്നേ ഉണ്ടായ രൂപാന്തരം പെട്ട കല്ലുകളാണ്. അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ പുതിയ പുതിയ കല്ലുകൾ ഇങ്ങനെ വര 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 പോലെയുണ്ട്. അങ്ങനെ ഓരോ ലെയറായിട്ട് ആയി വരുന്നതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇളകിക്കിടക്കാണ്, ഇത് കാണുന്നില്ലേ, ഇതൊക്കെ ഇളകിക്കിടക്കാം. ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഓരോ സമയത്തും അത് വീഴാൻ ചാൻസ് ഉണ്ട്. ഓരോ വെള്ളമൊക്കെ ഇറങ്ങുമ്പോഴാണല്ലോ അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും. ഇത് കാണുന്നില്ലേ, ഇതൊന്നും ആരും ഇങ്ങനെ കാർവ് ചെയ്തെടുത്തതല്ല. ഇതിങ്ങനെ ആയി മാറിയതാണ്, ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് ഒരു കേവായി മാറിയതാണിത്. ഓ, ഇതാണ് ഇതൊക്കെ ലാൻഡ് സ്ലൈഡ് പോലെ ഇങ്ങനെ കിടക്കുക. ഇതിനുള്ളിൽ മുഴുവൻ ഇതാ ഈ കല്ലിൻ്റെ ഇടയിൽ കൊത്തുകൾ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും പക്ഷികൾ കൂടിയിട്ടുള്ളത്. എല്ലാ പക്ഷികളും അതിനുള്ളിൽ. മൈനകളാണ് കൂടുതൽ അല്ലേ മൈന. രാവിലെ തന്നെ എണീച്ച് ഒരു ഏർലി മോർണിംഗ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ലാസ്റ്റ് ഡേ ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതെന്തായിരുന്നു സാധനം? ഞാൻ ഹാഷ് ബ്രൗൺ എന്നങ്ങ് തുടങ്ങി. പ്ലെയിൻ പറാത്ത മസാല ദോശ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വരും. ഫുഡ് അടിപൊളിയാണ് അല്ലേ? ഫുഡ് അടിപൊളിയാണ്, ആംബിയൻസും അടിപൊളിയാണ്. ഞങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ ദിവസം ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അല്ലേ. ഇന്ന് ഈ ഒരു എൻഡിലോട്ട് പിടിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, രക്ഷയില്ലാത്ത ഫുഡ്. ഇതാണ് നമ്മൾ 3 ദിവസം താമസിച്ച ഗ്രാൻഡ് ഹയാത്ത് ഓറിസ് ദോഹ. ഒരു ലക്ഷറി 5 സ്റ്റാർ ഹോട്ടലാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഫുഡായാലും റൂമായാലും ഫെസിലിറ്റി ആയാലും എല്ലാം അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ താമസിച്ചതിൽ വെച്ചിട്ടുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലാണിത്. നമ്മൾ താമസിച്ച റൂമിൻ്റെ ഫുൾ ടൂറും അതുപോലെ ഫുഡ് കഴിച്ചതൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ബാക്കിയുള്ള ഫെസിലിറ്റീസൊക്കെ കാണാം. ഇതാണ് ക്ലബ് ഒളിമ്പസ് സ്പാ. ജിം ഓടേണ്ടതും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് ജിം വരുന്നത്. ഇവിടെ സ്പാ ആൻഡ് സോണ ഫെസിലിറ്റി ജെൻസും ലേഡീസും വേറെ വേറെയാണ്. ഇതാണ് ജെൻസിൻ്റെ സെക്ഷൻ. ഇവിടെ മസാജ് ആൻഡ് സ്പാ ട്രീറ്റ്മെൻറ്റ് റൂമുണ്ട്. ഇങ്ങോട്ടാണ് സോണ ജക്കൂസി സ്റ്റീം റൂമൊക്കെ ഉള്ളത്. ഈ സൈഡിലോട്ടാണ് ലോക്കർ ആൻഡ് ചേഞ്ചിങ് റൂം. ലോക്കർ ആൻഡ് ചേഞ്ചിങ് റൂം അതിലായി ഇവിടെ ഞാൻ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചേഞ്ചിങ് റൂം കഴിഞ്ഞിട്ട് പിന്നെ ഇത് റെസ്റ്റ് റൂമാണ്. അവിടെ റെസ്റ്റ് റൂം. ഓക്കെ, റെസ്റ്റ് റൂമിൽ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ വന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് ഇങ്ങനെ കുളിക്കാനുള്ള സ്ഥലമുണ്ട്. ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നമുക്ക് നേരെ സ്റ്റീം റൂം കയറാൻ പറ്റും. ഇങ്ങനെയാണ് സ്റ്റീം റൂം വരുന്നത്. വാവ്, ഈ സ്റ്റീമും സോണയൊക്കെ ബോഡിക്ക് വളരെ നല്ലതാണ്. ഇങ്ങനെ ഫുൾ സ്റ്റീമിൽ അതായത് ഒരു 15 മിനിറ്റിനോ കൂടുതൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കരുത്, കൂടുതൽ നേരം ഇരിക്കരുത്. പക്ഷേ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ പുകയല്ലോ. ഇതാണ് ജക്കൂസി. ജക്കൂസിൽ ഇവിടെ കൺട്രോളുണ്ട്. ഇങ്ങനെ ഹൈറ്റും ബബിളും ഹീറ്റും എല്ലാം വരും. എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓഫായി. പിന്നെ
ഒരു പിന്നെ കുളിക്കുന്ന സ്ഥലമുണ്ട്. ഇതാണ് സോണ പറഞ്ഞത്. സോണിതാ. ഇതിലും നല്ല ചൂടാണ്. ഇതാണ് കല്ലൊക്കെ വെച്ചിട്ടുണ്ടോ. ഈ ഒരു വാട്ടർ ഉണ്ട്. ഇതിലെന്തൊരു ഒരു സംഭവം മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഹെർബൽ ടൈപ്പ് സംഭവം. അതെടുത്തിട്ട് ഇത് ഒഴിക്കുക. അപ്പോൾ സ്റ്റീം വരും. ആ സ്റ്റീമിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു 15 മിനിറ്റ് വരെ ഇരിക്കാം. അപ്പോൾ ഈ രണ്ടാണ് സ്റ്റീമും. മറ്റേത് സ്റ്റീമും, ഇത് സോണ. അതിന് ചൂടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നമുക്ക് എമർജൻസി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ സംഭവങ്ങളുണ്ട്. സോണയിലത്തെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്നൊക്കെ ഇവിടെ കാണിച്ചു തരും. മിനിമം 15 മിനിറ്റ്സ് യൂസ് ചെയ്തോളൂ എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് സംഭവം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളിച്ച് ഒന്നുകൂടെ അവിടെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പുറത്തോട്ട് പോകാം. അതാണ് സ്റ്റീം, ജക്കൂസി, സോണ, ഈ മൂന്നും. പിന്നെ മസാജ് ഇവിടെ തന്നെയാണ്. മസാജ് അപ്പോയിൻമെൻറ്റ് എടുത്ത് വരണം. 10 മണി വരെയാണ് ഇതിൻ്റെ ടൈമുള്ള എല്ലാത്തിൻ്റെയും. ഇവിടുത്തെ സ്പായുടെ റേറ്റ് ആണത്. ഇതിനൊക്കെ ഓഫർ കിട്ടും. കപ്പിൾ സ്പാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാത്തൊരു സംഭവമാണ്. 60 മിനിറ്റ് വെച്ച് 2 പേർക്കും ചെയ്തു തരും. അത് ആക്ച്വലി ഇത് രണ്ട് റൂമിൽ വെച്ചിട്ടാണ്. മെന്നിന് വേറെ, വുമണ് വേറെ. ഇനി ഒരുമിച്ച് വേണമെന്ന് വെച്ചാൽ മുകളിൽ അവർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിമോട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് ചെയ്തു തരും. ഇതാണ് ക്ലബ് ഒളിമ്പസ് സ്പാ ആൻഡ് ഫിറ്റ്നസ്. ഇതാണ് പൂള്. അത്യാവശ്യം വലിയ സെമി ഒളിമ്പിക് പൂളാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇവിടെ ഇങ്ങനെ കിടക്കാനൊക്കെ സ്ഥലമുണ്ട്. നല്ല വെയിലാണ്. ഒരു വെയിലാണ്. ഇവിടെ ഒരു പൂൾ ബാറും ഉണ്ട്. ഇങ്ങനെ ആരും ഇല്ല. പക്ഷേ പൂൾ ബാറിലും ആരുമില്ല. പൂളിൽ ആരോ പഠിപ്പിക്കുന്നത്. ഇവിടെ ലെസൺസ് ഉണ്ട് കേട്ടോ. പഠിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ മീറ്റിംഗ് റൂംസ് ഉണ്ട് കേട്ടോ. JD അവിടെ ടോപ്പാസ് AB എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മീറ്റിംഗ് റൂംസും കോൺഫറൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് റൂമുകൾ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് പുറത്തോട്ടുള്ള 2 റെസ്റ്റോറൻറ്റുകളുടെ ഔട്ട്ഡോർ സീറ്റിംഗ്സ് ആണ്. രാത്രി ഉണ്ട് ഇവിടെ. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാൻ പറ്റും. 2 റെസ്റ്റോറൻറ്റ്. ഇവിടെ ടോട്ടൽ 4-5 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ. നമ്മളിതാ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. ദോഹയിൽ മിസ്സായ സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പോവാം. ആദ്യം തന്നെ ഇവിടുത്തെ ഒരു ഐക്കോണിക് സ്ട്രക്ചർ ആണ് ഒരു മൂൺ ടവർ എന്ന് പറഞ്ഞിട്ട്. മൂണിന്റെ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ബിൽഡിംഗ്. അപ്പൊ അത് കാണാനാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പൊ നമ്മൾ ഹോട്ടലിന്റെ അവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട്. പേൾ ഐലൻഡിന്റെ അടുത്താണ്. പേൾ ഐലൻഡും ആക്ച്വലി നമുക്ക് മിസ്സായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ വിട്ടുപോയ സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് പോകാനാണ്. ടെമ്പറേച്ചർ വന്ന ദിവസത്തിനേക്കാളും കൂടുതലാണ്. ചൂട് 41 ഡിഗ്രിയാണ്. വന്ന ദിവസം 38-39 ഒക്കെ ഉണ്ടായിരുന്നു ഉച്ച സമയത്ത്. ഇപ്പോൾ അത് 41 ഡിഗ്രി ആയി മാറിയിട്ടുണ്ട്. ക്രസന്റ് മൂണിന്റെ ഷേപ്പിലുള്ള ഒരു ടവറാണ് ഇത്. 2 സൈഡും ഹോട്ടലാണ്. ഫെയർമൗണ്ടും വേറെ എന്തോ അല്ലേ. കാണാൻ നല്ല ഹോട്ടലാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള, ദോഹയിൽ ഐക്കോണിക് ആയിട്ടുള്ള ഒരു മൂൺ ടവർ അല്ലെങ്കിൽ ക്രസന്റ് ടവർ, കത്താര ടവർ, എല്ലാം പേരുണ്ട് അല്ലേ. ലുസൈൽ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. ഇത് ഒരു ഹോട്ടലാണ് ശരിക്കും. 2 ഹോട്ടൽസ് ഉണ്ട്. ഇതൊരു ഹോട്ടൽ, ഇതൊരു ഹോട്ടൽ. ലെഫ്റ്റ് സൈഡ് റാഫിളും റൈറ്റ് സൈഡ് ഫെയർമൗണ്ടും. ഫെയർമോൺ ഹോട്ടലാണ്. ലക്ഷറി ഹോട്ടൽസ് ആണ്. 2022 ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ സമയത്താണ് ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായത്. അടിപൊളി സംഭവം അല്ലേ. ഭയങ്കര വെറൈറ്റി ആയിരുന്നു സംഭവം. സെയിൽ ഡിസ്ട്രിക്റ്റ് ആണ്. അതുപോലെ മറീന ഏരിയ ആണ് കേട്ടോ. ഒരുപാട് ബിൽഡിങ്ങുകളാണല്ലോ. വെറൈറ്റി ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെച്ച പോലത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ്. കണ്ടെയ്നേഴ്സ് വെച്ച പോലെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ അത് ട്രാം സ്റ്റേഷൻ ആണ് കേട്ടോ. ട്രാം സ്റ്റേഷനൊക്കെ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നടന്നു വരാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഈ വെയിലത്ത് ഒരു പരിപാടി നടക്കില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്തൊക്കെയോ ഒരു പാർക്കിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇവിടെ. ജിവാൻ ഐലൻഡ്. ഇവിടെ കയറുമ്പോൾ തന്നെ കംപ്ലീറ്റ് നിറമാറിയല്ലോ അല്ലേ. ഇതാണ് ജിവാൻ ഐലൻഡിലോട്ടുള്ള ഒരു പാലാണ്. അതിന് മുകളിൽ ഇങ്ങനെ പോയിട്ട് അതിന് മുകളിൽ ജിവാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ട്. പേൾ ഐലൻഡും ജിവാൻ ഐലൻഡും ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ ഐലൻഡുകളാണ്. മനുഷ്യർ ഉണ്ടാക്കിയതാണ്. മണ്ണിട്ട് ഉയർത്തി ഉണ്ടാക്കിയ നമ്മുടെ പാം ജുമേറ, ദുബായിൽ ഉള്ളവർക്ക് അറിയുന്ന പാം ജുമേറ പോലെ ഉണ്ടാക്കിയ ഒരു ഐലൻഡാണ്. ജിവാൻ എന്നൊക്കെ എഴുതിയിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആണെന്നാ പറയുന്നത് കാണാൻ വേണ്ടിട്ട്. ഇവിടെ ഇനി ഇതാ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിനെ ആ ഒരു കളർ മാറ്റി. ഒരു ബ്ലൂ വാട്ടറിന്റെ ഒരു തീം അല്ലേ. മരം ഫുള്ള് കോപ്പർ ആണ്. കോപ്പർ സ്റ്റൈല്. കോപ്പർ ആൻഡ് റെഡ്, ബ്രിക്ക് റെഡ്. മാക്സിമം 2 hours ഓൺലി. വിസിറ്റേഴ്സ് പാർക്കിംഗ്. ഏതാ നമുക്കിങ്ങനെ നടന്ന് കാണേണ്ട സ്ഥലമാണ്. ബ്ലൂ വാട്ടർ പോലെ തന്നെ.
അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അവിടെ വിസിറ്റേഴ്സ് പാർക്കിംഗ് 2 hours ഫ്രീ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. 2 hours മാക്സിമം. അത് കഴിഞ്ഞാൽ അത് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഫ്രീ ആണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അണ്ടർഗ്രൗണ്ട് വാക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്തോന്നല്ലേ ക്രിസ്റ്റൽസാ. ഇത് നടക്കുന്ന പറയുന്നത്. അതെ ക്രിസ്റ്റൽ വാക്ക് ഇതുള്ള അല്ലേ. ഇതാ ഗ്ലാസിൻ്റെ അടിയിൽ എന്തൊക്കെയോ ക്രിസ്റ്റൽസ് കൊണ്ട് ഈ പിന്നെ മീനുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതെ കടലിൻ്റെ അടിയിലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നീല കളറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ. ഇങ്ങനെ പല സംഭവങ്ങളും. ഇവിടെ ഒരു കാറ്റ്, തണുത്ത കാറ്റ് ഇവിടെ. അതാണ് AC. ഇതണ്ട ഇവിടെ തണുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് നടക്കുന്ന സ്ഥലത്ത് ഈ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഇത് AC വെൻസ് ആണ്. കാണുന്നില്ലേ ഈ ഉണ്ട പോലെ കാണുന്നില്ലേ, ഇത് AC വെൻസ് ആണ്. AC വെൻസിലൂടെ AC ഇട്ടിട്ട് ഇവിടെ തണുപ്പിച്ച് വെച്ചിരിക്കുന്നത്. നല്ല സുഖമല്ലേ. ഭയങ്കര കേട്ടോ. അത് ഒടുക്കത്തെ ഐഡിയ. ക്രിസ്റ്റൽസ് കൊണ്ട് തന്നെ ഇവിടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതൊരു ബിൽഡേഴ്സാണ് UDC എന്ന് പറഞ്ഞ ബിൽഡേഴ്സിൻ്റെ പുതിയതായിട്ട് വരാൻ പോകുന്ന എന്തെങ്കിലും ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറാണിത്. അതും ഫുള്ള് ക്രിസ്റ്റൽസ് കൊണ്ടാക്കി വെച്ചാൽ. എന്തോ അല്ലത് ഇതായിരിക്കും ഈ പോസ്റ്റർ മൊത്തത്തിലുള്ള സ്ട്രക്ചർ. അല്ല ഇവരുടെ വരാൻ പോകുന്ന എന്തോ പ്രൊജക്റ്റിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ റോഡുകൾ അടക്കം ഭയങ്കര പ്രത്യേകതയാണ്. റെഡ് ബ്രിക്ക് കൊണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഫുള്ള് ആ ഒരു കളറാണ്. കോപ്പർ റെഡും ആ ഒരു ബ്രിക്ക് കളറും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈല്. ജിവാൻ ഐലൻഡിൽ നിന്ന് നമ്മളിതാ പേൾ ഐലൻഡിലോട്ട് പോവാണ്. ജിവാൻ്റെ ആണെന്ന് ഇങ്ങനെ ഇതല്ലേ കമാനം പോലെ ആക്കി വെച്ചത്. അതൊരു ഇറ്റലിയിലെ ഇതിൻ്റെ സ്റ്റൈലിൽ ആക്കിയതാണ്. വെനീസിൻ്റെ സ്റ്റൈൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ നടക്കണം അല്ലേ. ആ സൈഡിൽ കൂടെ നടക്കേണ്ട വഴിയുണ്ട്. ഇതിലൂടെ നടക്കാനുള്ള രസമായിരിക്കും. നമ്മൾ നേരെ ഇപ്പം പേൾ ഐലൻഡിലോട്ടാണ് എത്തുന്നത്. ആ കാണുന്നതാണല്ലേ ലെഫ്റ്റ് സൈഡ്, അതാണ് വെനീസിന്റെ സ്റ്റൈലിലാക്കി. അവിടെ കുറെ വെനീഷ്യൻ സ്റ്റൈലിലുള്ള ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്, പാലങ്ങളൊക്കെ ഉണ്ട് അവിടെ. ലിറ്റിൽ വെനീസിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളാണെന്ന് തോന്നുന്നു. വെനീസിലെ റെസ്റ്റോറൻറ്റുകളുടെ സ്റ്റൈലാക്കിയത്. ഇത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കനാല് പോലെയൊക്കെ ഉണ്ട്. അതേപോലെ റിപ്ലിക്ക് തന്നെ അല്ലേ, അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ എനിക്ക് തോന്നുന്നു രാത്രി സമയത്ത് ഉണ്ടാവും മിക്കവാറും. ഗൊണ്ടോളൊക്കെ കാണും. ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ അതിങ്ങനെ ഒരു ബോർഡിങ്ങിൻ്റെ സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. അതിൻ്റെ പക്ക റിപ്ലിക്ക് തന്നെ വെനീസിലെ കായലിൻ്റെ അല്ലേ. ദോഹയിൽ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു മാളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വില്ലാജിയോ മാൾ എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ വരുന്നത് നേരെ ഔട്ട്ഡോറിൽ വെനീസിനെ പോലെ ആക്കി വെച്ചൊരു സ്ഥലത്തു നിന്നാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെനീസിനെ പിടിച്ച് ഇൻഡോർ ആക്കി എങ്ങനെ ഉണ്ടാവും അങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഗൊണ്ടോള റൈഡും അതുപോലെ സംഭവങ്ങളൊക്കെ ഉള്ളിലുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ. നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കാം. മാളിൻ്റെ എൻട്രൻസ് 3 നമ്മൾ ഇറങ്ങുന്നത്. ഇതുവഴി തന്നെ ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. നമ്മളങ്ങ് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടി. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വെനീസിലെ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ മറ്റേ ഇവിടെ പോയില്ലേ പേൾ ഐലൻഡ് കണ്ട പോലെ കനാലുണ്ട്. അതിലൂടെ കനാലിലൂടെ ഗൊണ്ടോള റൈഡ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ആൾക്കാർ ഇത് ക്യൂ അത് കാണാൻ നോക്കുന്നോ? അത് ഇരിക്കുന്ന ആൾക്കാർ ഒരു കാഴ്ച വസ്തു ആണല്ലോ അല്ലേ. ഇതാണ് ഗൊണ്ടോള. ഇതിൻ്റെ മുകളിലൊക്കെ കണ്ട ആകാശം ഉള്ള പോലെ ഇല്ലേ. ഇത് ശരിക്കും ആകാശമല്ല കേട്ടോ. ഇത് മാളിൻ്റെ റൂഫാണ്.
ഇതേപോലെയാണ് നമ്മുടെ ദുബായിൽ ഇബിന് ബത്തൂത്ത മാളുണ്ട്, അതേ സ്റ്റൈലാണ്, സെയിം എക്സാക്റ്റ് സ്റ്റൈലിലാണ്. ഇത് അവരെ കോപ്പി അടിച്ചാണോ അവർ ഇതിനെ കോപ്പി അടിച്ചാണോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ അല്ലേ. ഈ ഗൊണ്ടോള റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രൈവറാണ് എന്താണ് പറയുക, ക്യാപ്റ്റൻ ഉണ്ട്. പക്ഷേ ക്യാപ്റ്റൻ വെറുതെ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ഈ ഒരു ഗൊണ്ടോള എന്ന് പറയുന്നത്. ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അങ്ങോട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഔട്ട്ഡോറിലെ ഒരു നടക്കുന്ന സ്ഥലം പോലെ ഇല്ലേ, മുകളിൽ ആകാശമൊക്കെ ആയിട്ട്. പക്ഷേ ശരിക്കും ഔട്ട്ഡോർ അല്ല കേട്ടോ, ഇൻഡോർ ആണ് അല്ലേ. അടിപൊളിയാക്കിയിട്ടുണ്ടോ, ഭയങ്കര ഐഡിയ ആണ് ഇത് സംഭവം. കാണാൻ തന്നെ പ്രത്യേക രസമാണ്. ഇപ്പോൾ ഗൊണ്ടോള റൈഡിന് 10 ഖത്തറി റിയാലാണ്, ഒരാൾക്ക് 10 ഖത്തറി റിയാലാണ് റേറ്റ് വരുന്നത്. ഫാമിലീസ് ഓൺലിയാ? അങ്ങനെയൊക്കെ ഉണ്ട്. ഓഹോ. സാധാരണ ഒരു മോളിൽ കാണുന്ന പോലെ തന്നെ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളും ഫുഡ് കോർട്ടും റെസ്റ്റോറൻറ്റും കഫേയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലാണ് കംപ്ലീറ്റ് കെട്ടി വെച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു ഇത്. ആ മെയിൻ ഹൈലൈറ്റ് ഗൊണ്ടോള റൈഡ് തന്നെ. ഇതിനുള്ളൊരു ഐസ് റിംഗ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അതുപോലെ അതിൻ്റെ ചുറ്റുമാണ് ഫുഡ് കോർട്ട് വരുന്നത്. അതിന് ചുറ്റും ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റ്, ഔട്ട്ലെറ്റുകളാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഇവിടെ കളിക്കാം, രക്ഷിതാക്കൾക്ക് ഫുഡ് കഴിക്കാം. അവിടെ ഒരു നിന്നിട്ട് പുറത്തോട്ട് നിൽക്കാനുള്ള രസം തന്നെ. ഇതാണ് ടോർച്ച് ടവർ കേട്ടോ, ടോർച്ച് ദോഹ. ഇതാ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് പുറത്തോട്ടുള്ള ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. അതുപോലെ ഇവിടെ ഹോട്ടലുണ്ട്, താമസിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ ഈ വില്ലാജിയോ മാളിനുള്ളിലേക്കുള്ളൊരു കണക്ഷൻ ഉണ്ട് ഇവിടെ, അത് കാണുന്നില്ല. ഇതുവഴി ഇങ്ങനെ വന്നിട്ട് വില്ലാജിയോ മാളിലോട്ട് വരാൻ പറ്റും. ഇവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് വഴി പുറത്തോട്ട് ഇറങ്ങി ഇങ്ങോട്ട് കയറണം. ഈ എൻട്രൻസ് വഴി അങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ കാർഡ് വെച്ചിട്ട് തുറക്കണം, എന്നാൽ മാത്രമേ തുറക്കാൻ പറ്റും. അതുവഴി ഇങ്ങനെ. ഇതാണ് ടോർച്ച്. ഈ ടോർച്ച് ടവറിൻ്റെ പിറകിലുള്ള ഇതാണ് ഖലീഫ സ്റ്റേഡിയം. ഖലീഫ സ്റ്റേഡിയം, ഈ ടോർച്ച് ടവർ, വില്ലാജിയോ മാൾ എല്ലാം ഒരേ ഏരിയയിലുള്ളത്. എസ്പെയർ സോണിൻ്റെ അടുത്താ. എഡ്യൂക്കേഷൻ സിറ്റി മെട്രോ നമ്മൾ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. അവിടെ ഒരു ഇവിടെയൊക്കെ പാർക്ക് ആൻഡ് റൈഡ് പരിപാടിയുണ്ട്. മെട്രോയുടെ അടുത്ത് പാർക്ക് ചെയ്യുക, മെട്രോ യൂസ് ചെയ്യുക, പോവുക, തിരിച്ചു വരിക, വണ്ടി എടുക്കുക, വരിക. എഡ്യൂക്കേഷൻ സിറ്റിയിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ ഒരു ഖത്തർ നാഷണൽ ലൈബ്രറി. ആ എൻട്രൻസ് തന്നെ നോക്കും, ഇങ്ങനെ ഒരു 3 ടവറൊക്കെ ആയിട്ട്. ബിൽഡിംഗ് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന്റെ നേരെ പോയാലാണ് ഓക്സിജൻ പാർക്ക്. ഖത്തർ ഫൗണ്ടേഷന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ട്രാം. Wow, tram is there. Oh, that's tram is coming. ഇതുവഴി പോകും. ഏതുവഴി? ട്രാം ക്രോസിംഗ് ആണ്. നമ്മള് ട്രാം പോകാൻ വേണ്ടി നമ്മൾ നിർത്തി കൊടുക്കണം. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലെ പരിപാടിയാണ്. നമ്മളങ്ങനെ പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞ ഫെസിലിറ്റി എന്താണെന്ന് അതൊന്ന് എക്സ്പീരിയൻസ് നോക്കിയിട്ട് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ എഡ്യൂക്കേഷൻ സിറ്റിയിൽ നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് മെട്രോ കയറാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ ഖത്തർ മെട്രോ അടിപൊളിയാണ്. 4 ലൈനായിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് ലൈനിലാണ് പോകുന്നതെന്ന് അവിടെ എത്തിയിട്ട് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. പാർക്ക് ആൻഡ് റൈഡിൽ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി ഇട്ട് നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് പോവാണ്. മെട്രോ സ്റ്റേഷനിൽ പോയി ഇനി അവിടുന്ന് ട്രാം കണക്ഷനുള്ള സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ട്രാമിലോട്ട് കയറണം എന്നൊക്കെയാണ് പ്ലാൻ. അവിടെ എത്തിയിട്ട് മെട്രോയുടെ മാപ്പ് ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. അവിടെ മെട്രോ കണക്ഷൻ ബസ്സുകളുണ്ടോ? ഇത് മെട്രോ കണക്ഷൻ കൊടുക്കുന്ന ബസ്സുകളാണ്. എനിക്ക് തോന്നുന്നു ഇനി ഇത് വെച്ചിട്ടാണോ ട്രാമിലോട്ട് കണക്ഷൻ? അല്ല അതും കൂടെ എങ്ങനെയാലും നോക്കാം.